മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. പ്രമുഖ ബിൽഡറും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമയുമായിട്ടുള്ള CJ റോയി ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വയം ജീവനൊടുക്കിയ എന്ന ഒരു വാർത്ത വലിയ ഞെട്ടൽ തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ നേരുന്നു. ഈ ഒരു മരണത്തെ പോലും ഒരു ഉളുപ്പുമില്ലാതെ പൊളിറ്റിക്കൽ മുതലെടുപ്പ് നടത്തി കുറച്ച് നിറകെട്ടവന്മാര് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് ഭരണകൂടത്തിനെതിരെയൊക്കെയാണ്. ഇവിടെ വലിയൊരു മുതലെടുപ്പിന് ഇതില് ഹിന്ദു, മുസൽമാന്, ക്രിസ്ത്യാനി എന്ന് മതം പോലും പറഞ്ഞ് അമിത് അടിവാരൊക്കെ രംഗത്തെത്തി ഒരു ഉളപ്പവുമില്ലാതെ അമിത് അടിവാരൊക്കെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. അതിനു മുമ്പേ ആയിട്ട് ഓരോ ആളുകളും ഒന്ന് യഥാർത്ഥത്തിൽ സ്വയം ബുദ്ധി വെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതെന്താണ് വിഷയം നടന്നിട്ടുള്ളത്? ഇൻകം ടാക്സ് റെയ്ഡാണ് ബംഗളൂരുവിൽ നടന്നിട്ടുള്ളത്. ഏത് രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്? ഏതെങ്കിലും ഡൽഹിയിൽ നിന്ന് പറന്നെത്തിയ കേന്ദ്ര സംവിധാനങ്ങൾ അങ്ങ് വിറപ്പിച്ച് നിർത്തി റെയ്ഡ് നടന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത്? ഒരിക്കലല്ല. ഇത് 3 മാസം മുമ്പേ ഇൻകം ടാക്സ് റെയ്ഡ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ഇതിനെതിരെ വ്യക്തമായിട്ട് ഹൈക്കോടതിയിൽ പോയിട്ട് സ്റ്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേ മാറ്റിയിട്ടാണ് പിന്നീട് വീണ്ടും ഇൻകം ടാക്സ് ഓഫീസർ ഉദ്യോഗസ്ഥന്മാർ റെയ്ഡ് തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ കൊച്ചിയിലെ ഉദ്യോഗസ്ഥന്മാരാണ് ബംഗളൂരുവിൽ പോയിട്ട് ഈ റെയ്ഡ് നടത്തിയത് പോലും പരിശോധനകളൊക്കെ നടത്തിയത് പോലും. അല്ല, ഈ റെയ്ഡ് നടത്തുമ്പോഴേക്ക് ഇതാണ് കാരണമെന്ന് എങ്ങനെയാണ് ആളുകൾ അങ്ങ് വിലയിരുത്തിയിട്ട് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ അങ്ങ് വിളിച്ചു പറയാ? ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെ നിരന്തരം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓരോ ആളുകളും നാനാഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡോ ഇത്തരം പരിശോധന വന്നതുകൊണ്ടൊന്നും ഇദ്ദേഹം ഇതുപോലെ തീരുമാനമെടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന്. ഇദ്ദേഹം വലിയ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. നമുക്കറിയില്ലേ, ഇത്തരം റെയ്ഡുകളൊക്കെ ഏത് തരത്തിൽ വന്നാലും ഇതൊക്കെ കൈകാര്യം ചെയ്ത് കോടതിയിൽ പോവാനൊക്കെ സകല സംവിധാനമുള്ള ഒരു വ്യക്തിയല്ലേ ഈ CJ റോയി എന്ന് പറയുന്നത്. എന്ത് വിഷയങ്ങൾ റെയ്ഡൊക്കെ ആയി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടാണെങ്കിലും അതൊക്കെ മറികടക്കാനും ഫൈൻ അടച്ച് അത് തീർപ്പാക്കാനൊക്കെ തന്നെ ഈ രാജ്യത്ത് നിയമങ്ങളില്ലേ. ഇത് ഈ ഒരു വിഷയത്തിലാണ് എന്ന് എങ്ങനെയാ പറയുന്നത്? യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ആളുകൾ ഒരു മോശക്കാരനാക്കാൻ കൂടിയല്ലേ ശ്രമിക്കുന്നത്? ഈ വിഷയമാണ് എന്ന് എങ്ങനെയാണ് ആളുകൾ അങ്ങ് വിലയിരുത്തിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പ് നടത്തുന്നത് ഇതിലൂടെ? ഈ രാജ്യത്തുള്ള ഞാനും നിങ്ങളും ഉൾപ്പെടെ ഏതൊരാളും ഇവിടത്തെ നിയമത്തിന് വിധേയരാണ്. അത് ഇൻകം ടാക്സ് ആണെങ്കിലും ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അന്വേഷണ ഏജൻസികളാണെങ്കിലും അവർക്ക് പരിശോധിക്കാൻ റൈറ്റ് ഉണ്ട്. ഈ രാജ്യം നല്ല നിലക്ക് പോകണമെങ്കിൽ എവിടെയാണെങ്കിലും അന്വേഷണങ്ങൾ നടക്കണ്ടേ? എന്നിട്ട് ഇവിടെയുള്ള എല്ലാ ആളുകളെയും പിന്നാലെ പോയിട്ട് ഉപദ്രവിക്കല്ലോ. ഇവിടെ എന്തെങ്കിലും ഉപദ്രവം നടന്നിയെന്ന് ഇവരൊക്കെ എങ്ങനെയാ വിളിച്ചു പറയുന്നത്? ഈ തീരെ മനസ്സിലാവുന്നില്ല. ഒരാൾ റെയ്ഡ് നടക്കുമ്പോഴേക്ക് അതാണ് കാരണമെന്ന് എങ്ങനെയാ ഇവർ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ആബിദ് അടിവാരം വിളിച്ചു പറഞ്ഞ നിറകേട് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഈ ആബിദ് അടിവാരത്തിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റാ. ഈ CJ റോയി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. BJP ഭരിച്ചാൽ കാക്കമാർക്ക് പണി കിട്ടും. കേരളത്തിൽ പോലും 1/4 ഹിന്ദുക്കൾ BJPക്ക് വോട്ട് ചെയ്യുന്നത് മോദി കേരളത്തെ ഗുജറാത്തോ UPയോ പോലെ വികസിപ്പിക്കുമെന്ന് കരുതിയിട്ടില്ല. മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാനുള്ള മോദിയുടെ മിടുക്ക് കണ്ടിട്ടാണ്. എത്ര പച്ച വർഗീയവാദമാണ് ഈ നിറകെട്ട ആബിദ് വിളിച്ചു പറയുന്നത്? അല്ല ജിഹാദി, ഒരു ഉളുപ്പുണ്ടോ? ഇവിടെ കാക്കക്കും പൂച്ചയും കാക്കയാണോ പൂച്ചയാണോ എന്ന് നോക്കിയിട്ടല്ല ഇവിടെ നടപടികൾ എടുക്കാറുള്ളത് എന്ന് ഏതൊരു അന്വേഷണം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കൂലേ? ഇവിടെ രാജ്യത്തിന്റെ നിയമങ്ങൾ ആര് നേരെ പോകുന്നു, ആര് നേരെ പോകുന്നില്ലേ, അത് മാത്രമല്ല, അല്ലാതെ മുസ്ലിം ആണോ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല എന്ന് ഇത്തരം റെയ്ഡുകളുടെ വാർത്തകളൊക്കെ വരുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ, ഒന്ന് തിരിച്ചറിഞ്ഞുകൂടെ? ഈ ഒരു മരണത്തിൽ പോലും മുസ്ലിങ്ങളെ ഈ ആബിദ് അടിവാരൊക്കെ നമ്മുടെ നാടിന്റെ അപകട. ഒരു തർക്കമില്ല. ഏതൊരു വിഷയം ഒരു വ്യക്തി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചാടി വീണ് അവന്റെ കോപ്പിലെ ഈ വർഗീയതയായിട്ട് രംഗത്തിറങ്ങിയ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ BJPക്ക് വോട്ട് ചെയ്യുന്നവരൊക്കെ ഈ ഒരു മതത്തിനെതിരാണ് എന്ന് ഇവരെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒരു കാക്കയും പൂച്ചയും നോക്കിയിട്ടല്ല കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അന്വേഷണങ്ങൾ നടത്തുന്നത്. രാജ്യത്തെ നിയമങ്ങൾ ആരൊക്കെ നേരെ പോകുന്നില്ല, രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അത് മതം നോക്കിയല്ല. അവരെ ഉള്ളിലടയ്ക്കേണ്ടവരെ ഉള്ളിലടയ്ക്കും. അത് നിയമത്തിൻ്റെതായ വഴിക്ക് പോവും. അതിൽ പോലും മതം കലർത്ത് തുടർന്ന് വായിക്കാം.
പക്ഷെ ആർക്കാണ് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അതിദരിദ്രർ മുതൽ അതിസമ്പന്നർ വരെ ഫാസിസ്റ്റ് വേട്ടയുടെ ഇരകളായി മാറുകയാണ്. മതവും ജാതിയും ഒന്നും ഫാസിസ്റ്റുകൾക്ക് തടസ്സമല്ല. കൈക്കൂലി ചോദിക്കും, കൊടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം ഈടി വന്ന് കച്ചവടം പൊട്ടിക്കും. ഈട് റെയ്ഡ് നടത്തിയാൽ കമ്പനി പൊളിയും, അദാനി ഏറ്റെടുക്കും. വൻകിടക്കാർ മാത്രമല്ല, താഴേക്കിടയിലുള്ള ഏതാനും കോടികൾ കൈവശമുള്ള ബിസിനസ്സുകാരോട് ചോദിച്ചു നോക്കൂ. സംഘിപ്പരുന്തുകൾ അവരെ വട്ടമിട്ട് പറക്കുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി കാശ് പിരിക്കുന്നുണ്ട്. 10 വർഷം മുമ്പ് വരെ പല്ലിൽ കുത്തി നടന്ന കേരളത്തിലെ BJP-ക്കാർ പെടുന്നനെ കോടീശ്വരന്മാരായി മാറിയത് എങ്ങനെയാണ്? സെലിബ്രിറ്റികളെ അണിനിരത്തി കോടികൾ പൊടിക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ നടത്താൻ ഇവർക്ക് പണം എവിടെ നിന്നാണ്? BJP-യിൽ ചേർന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്നാണ് ചിലർ കരുതുന്നത്. BJP-യിൽ ചേർന്നാൽ അറസ്റ്റ് ഒഴിവാക്കാം, പക്ഷേ കൈക്കൂലി കൊടുത്തേ പറ്റൂ. റോയിയെ പോലെ ഒരാൾ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾ അനുഭവിച്ച മാനസിക സംഘർഷം എത്ര ഭീകരമായിരിക്കും? കാശ് കൊടുത്ത് ഏത് കേസിൽ നിന്നും ഊരിപ്പോരാനുള്ള സാഹചര്യമുള്ള ഒരാൾ മരിക്കാൻ തീരുമാനിക്കുന്നത് അഭിമാന ക്ഷതം വരുമ്പോഴാണ്. ഒരാൾക്കും അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാൻ കഴിയാത്ത വിധം സ്കൂൾ ഡ്രോപ്പ് ഔട്ടുകളായ സെമി ഇല്ലറ്ററേറ്റഡ് മോറോൺസിന്റെ പിടിയിലാണ് രാജ്യം. ഈ തെമ്മാടിക്കൂട്ടത്തിന് വൈകി ജീവിക്കേണ്ടതില്ല എന്നത് ഏത് സംരംഭകനും തോന്നിപ്പോകും. കാക്കമാർക്ക് പണി കിട്ടുന്നതിലുള്ള സന്തോഷം കൊണ്ട് ഫാസിസ്റ്റുകൾക്ക് ഓശാന പാടിയ പാവപ്പെട്ടവനും സമ്പന്നയും ഒക്കെ കാത്തു നിൽക്കുന്നത് ഒരേ വിധിയാണ്. സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട ജീവിതമാണ് ഓരോ ഇന്ത്യക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര പച്ച വർഗീയതയാണ്! ഉളപ്പില്ലാതെ ആബിദ് അടിവാരമൊക്കെ എഴുതിപ്പെടും. ഈ നാട്ടിന് അപകട. ഇവരൊക്കെ പിടിച്ച് തീഹാറിലിട്ടില്ലെങ്കിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നത് ഇവനൊക്കെ ആയിരിക്കും. ഒരു പ്രമുഖ ബിൽഡർ സ്വയം ജീവനൊടുക്കിയത് അത് കേന്ദ്രത്തിന്റെ ഒക്കെ പിന്നാലെ ഇവരൊന്നും എന്നിട്ട് അതിൽ മതം കലർത്തുക, എന്നിട്ട് കാക്കയും പൂച്ചയും കടക്കൂ. ഒരു കാക്കയും പൂച്ചയും നോക്കിയല്ല ഇവിടെ കേന്ദ്ര സർക്കാർ ഏജൻസികൾ ഇവിടെ അന്വേഷണങ്ങൾ നടത്തുന്നത് എന്നതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തെളിവ് തന്നെയുള്ളത്. ഇവിടെ യുവന്മാരൊക്കെ നിരന്തരം ഇവിടെ രാജ്യത്തെ ഒറ്റ ഇന്ന മതത്തിൽ ഇവനും ഇവനെ പോലെയുള്ള കുറച്ച് ആളുകൾ രംഗത്തെത്തി നിരന്തരം വിളിച്ചു പറയാറുണ്ട്. ഇവിടെ മതം നോക്കിയിട്ടൊന്നും അല്ല ഒരു അന്വേഷണം നടത്താറുള്ളത്. ഈ രാജ്യത്തെ നിയമങ്ങൾ ആളുകൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും ഈ രാജ്യം നല്ല നിലക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ആബിദ് അടിവാരത്തിന്റെ ഒക്കെ സ്വപ്ന രാജ്യം ബംഗ്ലാദേശൊക്കെ അതുപോലെ പോവാനും അതുപോലെ ആകാനുമാണ് ഈ ആബിദ് അടിവാരം ഇവിടെ കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഒരു ഉളുപ്പില്ലാതെ ഇത്ര നെറികെട്ടവന്മാരുണ്ടല്ലോ ഈ ആബിദ് അടിവാരത്തെ പോലെയുള്ള ആളുകൾ. നമ്മുടെ നാടിന് അപകട. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു റെയ്ഡ് വന്നാൽ അത് കൈകാര്യം ചെയ്യാനാവാത്ത ആളുകളാണോ ഇവിടത്തെ ബിസിനസ്സുകാര്? അല്ല, MA യൂസുഫ് അലി മുതൽ ഇവിടെ എത്ര വൻകിട ബിസിനസ്സുകാര് നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നു. അവരൊക്കെ പറഞ്ഞതുപോലെ ഈ ജീവൻ ഒടുക്കിയോ? ഇവിടെ ഇത്തരം ആളുകളുണ്ടല്ലോ, പറഞ്ഞാൽ ചിലപ്പോ അത് വേറെ രീതിയിലേക്ക് തെറിയിലേക്ക് പോയി പറഞ്ഞ ഇവന്റെ ഒക്കെ ഒരു സംസ്കാരത്തിലേക്ക് പോകാൻ ഒരു താല്പര്യമില്ല. സകല ആളുകളും തിരിച്ചറിയാം ഈ ആബിദ് അടിവാരത്തിനെ പോലെയുള്ള ആളുകൾ. ഇതൊരാൾ മാത്രമൊന്നല്ല. ഞാനൊരു ഉദാഹരണം എടുത്ത് മുന്നോട്ട് വെച്ച ഒരാളുടെ മരണം പോലും മുതലെടുപ്പ് നടത്തുക ഒരു ഉളുപ്പില്ലാതെ. ഈ രാജ്യത്ത് ആരാണെങ്കിലും അവർ നിയമത്തിന് വിധേയരാണ്. നിയമം അനുസരിച്ചാണ് മുന്നോട്ട് പോകേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓണറൊക്കെ ഈ പറയുന്ന ഈ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നതുകൊണ്ടാണെന്ന് ഇവരെങ്ങനെയാ വിലയിരുത്തുന്നത്? ഈ റെയ്ഡ് വരുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാൻ ഇത്രയും വലിയൊരു ഓണർക്ക് ഇത് സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇത് സകല ആളുകൾ തിരിച്ചറിഞ്ഞ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് വിഷയം ഉണ്ടെങ്കിലും അതിൽ മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിറങ്ങുന്ന ആബിദ് അടിവാരത്തിനെ പോലെയുള്ള ആളുകൾ നാടിന് അപകടം തന്നെയാ, ഒരു തർക്കവും വേണ്ട. പിന്നെ ഈ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നത് ഏത് സ്ഥലത്തും അന്വേഷണം നടക്കൂ. അതിനാരും ചാടി വീട് ഇവിടെ MA യൂസുഫ് അലി ജീവൻ ഒടുക്കിയോ, അല്ലെങ്കിൽ വേറെ ആളുകൾ ഇവിടെ ജീവൻ ഒടുക്കിയോ? ഇവിടെ എത്ര ബിസിനസ്സുകാരുണ്ട്? കേരളത്തിൽ തന്നെ എത്ര പ്രമുഖ ബിസിനസ്സുകാരുണ്ട്? രാജ്യത്ത് എത്ര ബിസിനസ്സുകാരുണ്ട്? ഇവരൊക്കെ ഈ പറഞ്ഞതുപോലെ ഇന്ന പാർട്ടിയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലല്ലോ. ഇവരൊക്കെ എങ്ങനെയാ പോകുന്നത് എന്നുള്ളതും സകല ആളുകൾക്കും അറിയില്ലേ. ഉളുപ്പില്ലാതെ ഇത്തരം ആബിദ് അടിവാരന്മാര് ഇപ്പൊ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ഇത് കേന്ദ്ര ലേശം മരണപ്പെട്ടിട്ട് മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പേ രാഷ്ട്രീയ മുതലെടുപ്പ് മത മുതലെടുപ്പിന് പോലും ഉപയോഗിക്കുന്നത് എത്ര നിറികേടാണ്. ഇത്തരം ആളുകളെയൊക്കെ കാണുമ്പോൾ പുച്ഛിച്ച് തള്ളാനാ തോന്നുന്നത്. ഇത്തരം ഈ ആബിദ് അടിവാരത്തിനെ പോലെയുള്ള ആളുകളെയൊക്കെ തീഹാറിലേക്ക് തൂക്കിയെടുത്ത് തള്ളണം, അല്ലെങ്കിൽ നാട്ടിൽ കലാപം ഉണ്ടാവും എന്നുള്ളതിലൊന്നും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട.